ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ അനാവശ്യ വിവാദങ്ങൾക്ക് പുറകെ പോകുമ്പോൾ വികസനവും ജനകീയ വിഷയങ്ങളുമാണ് ബി.ജെ.പി. പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. മുൻപത്തെ സമരത്തിന് പിന്തുണ നൽകിയതും കർഷകർക്കൊപ്പം നിന്ന് ട്രാക്ടർ റാലി സംഘടിപ്പിച്ചതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ ജനകീയ വിഷയങ്ങളിൽ ബി.ജെ.പി. ചർച്ചയാക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു. കാണാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ പ്രചാരണം എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ് ബി.ജെ.പി. അല്ല, തീർച്ചയായിട്ടും. കാരണം ബി.ജെ.പിയുടെ ഒരു പ്രതിനിധി പാലക്കാട് നിന്ന് പോകണം എന്നുള്ളത് കാലാകാലമായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ആകമാനമുള്ള ആഗ്രഹമാണ്, അവരുടെ പ്രതീക്ഷയാണ്. കാരണം കേന്ദ്രം എത്ര കണ്ട് ഫണ്ട് കൊടുത്താലും ആ ഫണ്ടിനെയെല്ലാം വകമാറി ചെലവഴിക്കുക, കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം പണം വിനിയോഗിക്കുന്നു, അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ആയുരാരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കൊടുത്തതിൻ്റെ 49.2% തുക വീണ ലാപ്സാക്കി കളഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഒരമ്മ വിളിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ക്യാൻസറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീമോയ്ക്കുള്ള മരുന്നില്ല. പാവപ്പെട്ട ആളുകൾ കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങി കൊണ്ടുവരണമെന്ന് പറയുന്ന മെഡിക്കൽ കോളേജ്, ഇവിടെ തന്നെ ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ദുരിതമാണ്. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൂണ് പോലെ മുളച്ചു പൊന്തുന്നുണ്ട്. പക്ഷെ പാവങ്ങൾ എന്ത് ചെയ്യണം? അവർക്കൊരു സ്കാനിങ്ങിന് എഴുതി കൊടുത്താൽ, അവർക്കൊരു MRI എഴുതി കൊടുത്താൽ, അവർ മെഡിക്കൽ കോളേജുകളിൽ ചെല്ലുന്ന സമയത്ത് സ്വന്തം ഭർത്താവിനെ അകത്ത് കിടത്തി അല്ലെങ്കിൽ അച്ഛനെ അകത്ത് കിടത്തിയിട്ട് ഈ ബന്ധുക്കൾ വെപ്രാളപ്പെട്ട് ഓടുകയാണ്. കാരണം കയ്യിൽ പൈസയില്ല, ആവശ്യത്തിന് മരുന്നില്ല, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, ആ ഡോക്ടർക്ക് ആനുപാതികമായിട്ട് നേഴ്സില്ല, ഇവിടെ ഒരു മരുന്ന് കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇതിനെല്ലാം പുറം നാടുകളിലേക്ക് പോയാൽ മതിയോ? ഇത് നമുക്ക് കേരള നിയമസഭയിൽ ചർച്ച ചെയ്യണ്ടേ, ചോദ്യം ചെയ്യണ്ടേ എന്നുള്ളതാണ്. എന്തു ചോദിച്ചാലും തരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. എയിംസിന് ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പോലും സാധിക്കാതെ, IIT കൊടുത്തിട്ട് IITക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലം കൊടുക്കാൻ സാധിക്കാതെ, കേന്ദ്രം ഈ കേരളത്തെ വളരെ പുരോഗതിയിലേക്ക് നയിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൽ എത്ര തവണയാണ് ശ്രീമാൻ നരേന്ദ്രമോദി വന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കയ്യിൽ കിട്ടിയിട്ട് ആ പ്രധാനമന്ത്രിയോട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എണ്ണി ചോദിച്ച് വാങ്ങിയെടുക്കേണ്ടതിന് പകരം രണ്ടു കൂട്ടരും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിൽ ഒരു മൂന്നാം ബദൽ ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുകയും പാർലമെന്റിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും വലിയ ഒരു മൂവ്മെന്റ് ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ അലയൊലിയാണ് ഈ വരാൻ പോകുന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. അത് ബി.ജെ.പിക്ക് മുതൽക്കൂട്ടായിട്ട് മാറും. ഇടത് വലത് മുന്നണികൾ ഈ വിവാദങ്ങൾക്ക് പുറകെ പോകുമ്പോൾ ഇപ്പോൾ മുനമ്പത്തേക്ക് സ്ഥാനാർത്ഥി പോകുന്നു. ഇന്ന് ഉപാധ്യക്ഷയും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെയൊക്കെ നേതൃത്വത്തിൽ കാർഷിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ട്രാക്ടർ റാലി നടത്തുന്നു. അപ്പോൾ ജനകീയ വിഷയങ്ങൾ തന്നെയാണ്, വികസനം തന്നെയാണ് ചർച്ചയാവേണ്ടത് എന്നുള്ള ഒരു കൃത്യമായി പറഞ്ഞു വയ്ക്കുക. അല്ല, തീർച്ചയായിട്ടും മുനമ്പത്ത് നടക്കുന്നത് ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു ചേരിതിരിവിന് വേണ്ടിയിട്ടൊരു വിഷയമല്ല. ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർക്കറിയാം, അതായത് അവരുടെ വീട്ടിൽ ജീവിക്കുന്നത് പോലെ 10 സെൻറ്റും 5 സെൻറ്റും പണം കൊടുത്ത് ഭൂമി വാങ്ങിയ ആളുകൾക്ക് അവരുടെ കുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കാൻ പറ്റുന്നില്ല. ഒരു ലോൺ കിട്ടുന്നില്ല. അവൻ്റെ കുടുംബത്തിരിക്കുന്ന മകൻ ഒരു ഓട്ടോറിക്ഷ ലോൺ എടുക്കണമെങ്കിൽ അത് കിട്ടുന്നില്ല. പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഭൂമി ഉപയോഗിക്കാൻ പോലും പറ്റുന്നില്ല. എത്ര വർഷമായി? അതുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള സമരത്തിലേക്ക് അവർ വന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ പോകാൻ സാധിച്ചു, അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിച്ചു. സ്ഥാനാർത്ഥി പോയി. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമല്ലല്ലോ സ്ഥാനാർത്ഥിയുടെ മുന്നിലുള്ളത്, ബി.ജെ.പിയുടെ നേതൃനിരയിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മുനമ്പത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ആകമാനം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വിഷയമാണ്. ഹോം മിനിസ്റ്റർ അമിത്ഷാജി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഈ നാട്ടിലെ അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഭീഷണിയായിക്കൊണ്ട് അങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് ഇന്ത്യയുടെ ഭരണകൂടത്തിൽ ഇരിക്കുന്ന സമയത്ത് അശാസ്ത്രീയമായിട്ട് ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവന്നു. ആ നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിലെ ശാസ്ത്രീയമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു നിയമ ഭേദഗതിയുമായിട്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദിയും ഹോം മിനിസ്റ്റർ അമിത്ഷായും ഒക്കെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ആ നിയമ ഭേദഗതി നമ്മൾ വരുത്തും. ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാങ്ങിയ ഭൂമി നിങ്ങൾക്ക്, ക്രിസ്ത്യൻ സുഹൃത്ത് വാങ്ങിയ ഭൂമി അവർക്ക്, അത് ഹിന്ദുവാണ് വാങ്ങിയതെങ്കിൽ അത് ഹിന്ദുവിന്. കാരണം എന്താണ്? അത് നിലനിൽക്കുന്ന ഭരണഘടന അനുശാസിക്കുന്ന നിയമമാണ്. അതിനപ്പുറത്ത് ഒരു ശരീഅത്ത് കോടതി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എന്താ? പാലക്കാട് രൂപത ഉൾപ്പെടെ വലിയ ആശങ്ക പങ്കുവെക്കേണ്ടി വരും. അല്ല, എല്ലാവർക്കും ആശങ്കയുണ്ട്. കാരണം നാളെ വഖഫ് പറഞ്ഞു എന്നിരിക്കട്ടെ, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 ഏക്കർ സ്ഥലം, നല്ല കണ്ണായിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിനുണ്ട്, ഇത് ഞങ്ങൾ വഖഫ് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ
വഖഫ് ചെയ്ത ഭൂമിയിൽ തർക്കം ഉന്നയിക്കേണ്ടതും വിജയിക്കേണ്ടതും ആരാണ്? ആ ഭൂമിയിലുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർ പറഞ്ഞു വന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കോടതിയിൽ പോയിട്ടും കാര്യമില്ല. വഖഫ് കോടതിയിൽ പോകണം. വഖഫ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ വഖഫ് കോടതി ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലല്ല അവിടുത്തെ നിയമനിർമ്മാണം. വഖഫ് കോടതി എന്ന് പറഞ്ഞാൽ ശരിയത്ത് നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വലിയ ഒരു ആശങ്കയാണ്. എന്നാൽ ഈ ആശങ്കയെ ദൂരീകരിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ആശങ്കയെ ദൂരീകരിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാവണം. ഇസ്ലാമിക മതപണ്ഡിതന്മാർ ഈ വിഷയത്തെ കാര്യഗൗരവത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവരുടെ വാക്കുകൾ ഉണ്ടാകേണ്ടത്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽക്കുന്ന ഭരണഘടനയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ, ഭാരതത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ പൗരന്മാരും സമന്മാരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഏറ്റെടുത്തുള്ള വിഷയം എന്ന് പറയുന്നത് കാർഷിക വിഷയമാണ്. അത് ഇപ്പോൾ പാലക്കാട് ബൈ ഇലക്ഷൻ വന്നപ്പോൾ ഏറ്റെടുത്തല്ല. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെയൊക്കെ മുൻ സ്ഥാനാർത്ഥി വിജയിച്ച MLA നേതൃത്വത്തിലൊക്കെ ട്രാക്ടർ ഓടിക്കലും സമരവും ഒക്കെ നമ്മൾ കണ്ടു. അവർക്കിതൊരു ഇലക്ഷൻ വിഷയമാണ്. നമുക്കതല്ല. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഓരോ കർഷകനും ജോലിക്കാരെ പോലെ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുകയും സേവകന്മാരായിട്ട് പ്രവർത്തിക്കുകയും വേണമെന്നും ഇവിടുത്തെ കർഷകനാണ് അടിസ്ഥാന ശില ഈ രാജ്യത്തിൻ്റെ എന്നും ആ കർഷകൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഉൽപ്പന്നം എടുത്ത് അത് പൊതുനിരത്തിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട് അവന് റോഡുകൾ പോലുമില്ലാത്ത ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളുള്ള ഭാരതത്തിൻ്റെ സാരഥ്യത്തിലേക്കാണ് മോദിജി കടന്നു വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഗ്രാമീണ സടക്ക് യോജന എണ്ണം കൂട്ടി. 10 ഇരട്ടിയിലധികം ഗ്രാമീണ സടക്ക് യോജന റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ റോഡുകളെ പൊതുനിരത്തുകളുമായിട്ട് ബന്ധപ്പെടുത്തി. എന്നിട്ട് അവരുടെ ഉൽപ്പന്നത്തെ കൃത്യമായി വില കൊടുത്ത് വാങ്ങാൻ പറഞ്ഞു. കർഷകരോട് പറഞ്ഞു എന്താണ്, നിങ്ങൾക്ക് ഒരാശ്രയമായിട്ട് തണലായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൂടുതൽ കാർഷിക വൃത്തിയിൽ അവരെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 2000 രൂപ സമ്മാനമായി കൊടുക്കുന്ന കർഷക സമ്മാൻ നിധി കൊടുത്തത്. അത് അവർക്ക് മുഴുവൻ ജീവിക്കാനായിട്ട് തികയുന്ന ഒരു കാര്യമല്ല. എന്നാൽ കർഷക സമ്മാൻ നിധി കൊടുത്തപ്പോൾ അത് അതത് സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. എന്താണ്? മുഖ്യമന്ത്രിയും കൊടുക്കണം. ഒരു കർഷക സമ്മാൻ നിധി കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്നത് പോലെ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചുകൂടാ, കൊടുത്തുകൂടാ? എത്ര കോടിയാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളത്? എത്ര നിങ്ങൾ ലാപ്സാക്കി കളഞ്ഞു? എന്തിന്? മത്സ്യപ്രവർത്തകർക്ക്, പാവപ്പെട്ട മത്സ്യപ്രവർത്തകർക്ക് കൊടുത്തിട്ടുള്ള ചരിത്രത്തിലാദ്യമായിട്ട് ഇത്ര കണ്ട് കോടികൾ കൊടുത്തിട്ട് ഏതാണ്ട് അതിൽ നിന്ന് ഒരു പകുതിയിലധികം വരുന്ന തുകയാണ് ഇവിടെ ലാപ്സാക്കി കളഞ്ഞത്. കേരളത്തിൽ കാർഷിക മേഖല സംരക്ഷിക്കുന്നില്ല. ഒരു സംഭരണ വില വെട്ടിക്കുറയ്ക്കുകയുണ്ടായത്. നെല്ലിന് കാരണം എന്താണ്? ഇപ്പോൾ കേന്ദ്രം, ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ, കർഷകർ പറയുന്നത് കേന്ദ്രം കൊടുത്ത പൈസ ഞങ്ങൾക്ക് നേരിട്ട് തന്നാൽ മതി. എങ്ങനെയാണ്? ഇപ്പം കർഷക സമ്മാൻ നിധി അക്കൗണ്ടിലേക്ക് വരുന്നത് പോലെ കേന്ദ്രം ഞങ്ങളുടെ നെല്ലിനാണെങ്കിലും ഞങ്ങളുടെ ഉൽപ്പന്നത്തിനാണെങ്കിലും വില നേരിട്ട് കേന്ദ്രം നൽകിയാൽ മതി എന്ന് പറയുന്ന കർഷകന്റെ മനസ്സ് നമ്മൾ വായിക്കണ്ടേ? കാരണം എന്താണ്? കർഷകൻ അത്യധ്വാനം ചെയ്തുകൊണ്ട് ചേറിലും ചെളിയിലും പണിയെടുത്ത് അവൻ നടുവൊടിഞ്ഞ് വീണ്ടും കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് കൃഷിപ്പണി ചെയ്ത് ഉൽപ്പന്നം കൊണ്ടുപോയിട്ട് വിൽക്കുന്ന സമയത്ത് ആ കർഷകന് റെസീറ്റ് കൂട്ടി കൊടുക്കുകയാണ്. ആ റെസീറ്റ് കുട്ടിയും വാങ്ങേണ്ട എന്ത് പാപമാണ് ഇവിടുത്തെ കർഷകന്മാർ ചെയ്തിട്ടുള്ളത്? അങ്ങനെയല്ലേ കുട്ടനാടിലെ പ്രസാദ് മരിച്ചത്? അങ്ങനെയല്ലേ പാലക്കാട് 4 പേർ മരണമടഞ്ഞത്? അപ്പം നമുക്ക് എന്താ വേണ്ടത്? നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും ഭരണകൂടത്തോടും പ്രതിപക്ഷത്തോടും നിയമസഭയ്ക്കകത്തിരിക്കുന്ന പ്രതിപക്ഷത്തോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പരിപാടി നിങ്ങൾ നിർത്തിയിട്ട് കർഷകന്റെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുമ്പോൾ നിങ്ങൾ പണം കൊടുക്കണം. നിങ്ങൾ ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങാൻ പോകുമ്പോൾ റെസീറ്റ് കുട്ടിയാണോ? ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റിന്റെ പ്രതിനിധികൾ പോകുന്ന സമയത്ത് റെസീറ്റ് കുട്ടിയാണോ കൊടുക്കുന്നത്, അതോ പണം എണ്ണി കൊടുക്കുകയാണോ, പണം ട്രാൻസാക്ഷൻ ചെയ്യുകയാണോ? ഉത്തരം പറയണ്ടേ? നിങ്ങൾ അവിടെ നിന്ന് പണം കൊടുത്തിട്ടാണ് അരി വാങ്ങുന്നത്. ഇവിടെ നെല്ലുൽപ്പാദിപ്പിക്കുന്ന കർഷകന് റെസീറ്റ് കുട്ടി കൊടുക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇതെല്ലാം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുക. അല്ല, തീർച്ചയായിട്ടും പാലക്കാടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ജനതാൽപര്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഇത് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അട്ടിമറിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും രാജ്യവ്യാപകമായി അവർ ഒന്നാണ്. അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. ഇവിടെ തൽക്കാലത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഒന്ന് വിട്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പാലക്കാട് അതും അവർക്ക് പറ്റിയില്ല. അവരുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോയി. ചിഹ്നമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. പാലക്കാടിൻ്റെ ചരിത്രത്തിലാണ് ഇങ്ങനെ ഈ അസംബ്ലിയിൽ ചിഹ്നമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്. സഖാക്കൾ എവിടെയാണ് വോട്ട് ചെയ്യുക? അവർ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവരാണ്, സാധാരണക്കാരെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് മോദിജിയാണ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അവർ മോദി പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അത് താമര ചിഹ്നത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണ്. ഇതിൽ അനാവശ്യ വിവാദങ്ങളല്ല, ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് BJP പറയുന്നത്. വരും ദിവസങ്ങളിലും പാലക്കാട്ട് കൂടുതൽ ജനകീയ വിഷയങ്ങൾ BJP ചർച്ചയാക്കും എന്നുള്ളതാണ് സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്.